പ്രിയപ്പെട്ട സ്പോർട്സ് പിച്ച് പ്രേക്ഷകരെ, സഞ്ജു സാംസണിനെ കുറിച്ച് എത്രത്തോളം പറഞ്ഞാലും, വാതോരാതെ എത്രത്തോളം പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. അത്രത്തോളം നമ്മുടെ പ്രിയപ്പെട്ടവനാണ് സഞ്ജു സാംസൺ. നമ്മുടെ സ്വത്താണ്, മുത്താണ് സഞ്ജു സാംസൺ. കഴിഞ്ഞ ദിവസത്തെ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഇന്നിങ്സ് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് തന്നെ ചർച്ചയായിരിക്കുകയാണ്. എത്രയധികം മികവോടുകൂടിയാണ് സഞ്ജു അത് കളിച്ചത്. അങ്ങനെ ഇന്ത്യയിൽ തന്നെ ടോട്ടൽ എടുത്താൽ ഒരു 5 ബാറ്റ്സ്മാൻമാർ മാത്രമേ ഇത്തരത്തിൽ കളിക്കുകയുള്ളൂ. വിരാട് കോഹ്ലി ആയിക്കോട്ടെ, മഹേന്ദ്ര സിംഗ് ധോണി ആയിക്കോട്ടെ, രോഹിത് ശർമ്മ ആയിക്കോട്ടെ, സച്ചിൻ ടെണ്ടുൽക്കർ ആയിക്കോട്ടെ, പിന്നീട് സഞ്ജു സാംസൺ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇത്തരത്തിലൊരു മാസ്റ്റർ ക്ലാസ് ഇന്നിങ്സ് പഠിക്കാനും, അതുപോലെ തന്നെ ഒരു ക്രിക്കറ്റർ എങ്ങനെ ഇതുപോലൊരു ഇന്നിങ്സ് അല്ലെങ്കിൽ ഇതുപോലൊരു ടോട്ടൽ വരുമ്പോൾ കളിക്കണമെന്നും മാതൃകാപരമായ ഇന്നിങ്സ് ആണ് സഞ്ജു സാംസണിന്റെ ബാറ്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നിയത് പഴയ സഞ്ജു സാംസൺ അല്ല ഇപ്പോ. ബിലാൽ പഴയ ബിലാൽ തന്നെ എന്നൊക്കെ പറയുന്ന സിനിമാ ഡയലോഗ് പോലെ അല്ല കാര്യങ്ങൾ. സഞ്ജു സാംസൺ ഒരു പുതിയ സഞ്ജു സാംസണിനെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. വേൾഡ് കപ്പിന് ശേഷം വേൾഡ് കപ്പ് നമുക്ക് നേടിത്തന്ന സഞ്ജു സാംസണിനെ ഒരു കാലത്തും ഇന്ത്യൻ ക്രിക്കറ്റ് മറക്കില്ല. വേൾഡ് കപ്പ് താരമായ സഞ്ജു സാംസൺ ആ വേൾഡ് കപ്പ് മുതൽ ഒരു പുതിയ 2.0, ഒരു പുതിയ അവതാര പിറവിയാണ് എടുത്തിരിക്കുന്നത്. അതെ, സഞ്ജു സാംസൺ ഒരു പുതിയ അവതാര പിറവി എടുത്തിരിക്കുകയാണ്. തൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വലുതാണ് എന്ന് തിരിച്ചറിഞ്ഞ സഞ്ജു തൻ്റെ കർമ്മം കൃത്യമായി ചെയ്യുന്ന കാഴ്ച, ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി കാലം കരുതി വെച്ച ഒരു അവതാരമായി സഞ്ജു മാറുന്ന കാഴ്ച. ഇപ്പോൾ ഇതാ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു പ്രമുഖ മുഖമായിരുന്ന എസ് ബദ്രിനാഥ്, സുബ്രഹ്മണ്യം ബദ്രിനാഥ് എന്ന ക്രിക്കറ്റർ, അദ്ദേഹം ഇപ്പോൾ IPL-ലും മറ്റും റോയൽ ചലഞ്ചേഴ്സിന്റെ കോച്ചിങ് ഡിപ്പാർട്ട്മെന്റിലും അതുപോലെ തന്നെ ക്രിക്കറ്റ് അനാലിസിസുകളിലും ആഫ്റ്റർ മാച്ച് പ്രസന്റേഷനിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം സഞ്ജു സാംസണിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ്. സഞ്ജു സാംസൺ പ്ലസ് റൺസ് = CSK വിൻ. അതായത് സഞ്ജു സാംസണും റൺസും ചേർന്നാൽ ചെന്നൈക്ക് വിജയം എന്നുള്ള ഒരു ഇക്വേഷൻ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. സഞ്ജു അടിച്ച കളികളിലൊന്നും ചെന്നൈ തോറ്റിട്ടില്ല. ആകെ 5 ജയങ്ങളാണ് ചെന്നൈക്ക് ഇതുവരെ നേടാനായത്. അതിൽ 3 കളികളിൽ സഞ്ജു മാൻ ഓഫ് ദ മാച്ച് ആണ്. 2 സെഞ്ചുറി, ഇപ്പോൾ സെഞ്ചുറിക്ക് തുല്യമായ ഒരു 87 റൺസ്. മറ്റൊരു കളിയിൽ 48 റൺസ് അടിച്ച ടീമിന്റെ ഹൈ സ്കോർ. ആ കളിയും ചെന്നൈ ജയിച്ചു. സഞ്ജു അടിച്ചാൽ ചെന്നൈ ജയിക്കും എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സിംഗിൾ ഹാൻഡഡ് ആയിട്ട് തുടക്കം മുതൽ ഫിനിഷിംഗ് വരെ, അതായത് ഓപ്പണറായും മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനായും ഫിനിഷറായും സഞ്ജു തന്റെ ജോലി പൂർത്തീകരിക്കുന്നു. ആ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ സഞ്ജു കളിക്കളം വിടുന്നുള്ളൂ. കളി തീർത്തിട്ടാണ് വിടുന്നത്. 3 കളികളിലാണ് സഞ്ജു നോട്ട് ഔട്ട്. ഈ 3 കളികളിലും ടീമിനെ വിജയരഥത്തിൽ എത്തിക്കാൻ സഞ്ജുവിന് കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നത് സഞ്ജു സാംസൺ റൺസ് അടിക്കുമ്പോൾ ചെന്നൈ ജയിക്കുന്നു, അതല്ലാത്ത കളികളിൽ ചെന്നൈ പതറുന്നു എന്നാണ്. ഒരു കളി മുംബൈക്കെതിരെ ഋതുരാജ് ഗേക്വാഡ് അടിച്ച് ജയിച്ചു, പക്ഷെ അതും വളരെ പമ്മിയാണ് ജയിച്ചത്. പക്ഷേ സഞ്ജു അടിച്ചു കഴിഞ്ഞാൽ ഷുവർ ഷോട്ട് വിക്ടറിയാണ്. അതൊരു ഭാഗ്യ താരകമായി മാറുന്ന കാഴ്ച, ഒരു ഭാഗ്യ ജാതകം സഞ്ജു എഴുതി ചേർക്കുകയാണ് ചെന്നൈക്ക് വേണ്ടി. ഇനി ഭാവിയിൽ സഞ്ജുവിനെ ചെന്നൈയുടെ ക്യാപ്റ്റനായി വരെ കാണാമെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അനാലിസിസിൽ സഞ്ജു സാംസൺ റൺസ് നേടിയാൽ കൃത്യമായി CSK വിജയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സഞ്ജു റൺസ് നേടുന്ന ഒരു രീതി, അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ് എല്ലാം അദ്ദേഹം പുകഴ്ത്തുന്നുണ്ട്. കാരണം സഞ്ജു ചുമ്മാ ഒരു എടുത്തടിച്ച് കളിക്കുകയല്ല. പഴയ പോലെ രാജസ്ഥാനിൽ കളിച്ചിരുന്നപ്പോൾ സഞ്ജു ഭയങ്കര ഹിറ്റിംഗ് ആയിരുന്നു. ഡൽഹിയിലും രാജസ്ഥാനിലൊക്കെ കളിച്ചിരുന്നപ്പോൾ ഭയങ്കര ഹിറ്റിംഗ് ആയിരുന്നു സഞ്ജു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. കളിയുടെ ഒരു താളം മനസ്സിലാക്കി. ഇപ്പോൾ സെക്കൻഡായിട്ടാണ് ബാറ്റിംഗ് കയറുന്നതെങ്കിൽ ടോട്ടൽ എത്രയുണ്ട്, എങ്ങനെ താൻ കളിക്കണം, കളി തന്നെ അദ്ദേഹത്തിന് അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഞ്ജു സാംസൺ ഇങ്ങനെ കളിച്ചാൽ കളി ഇങ്ങനെ ജയിക്കാമെന്നത് കളി തന്നെ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന കാഴ്ച അദ്ദേഹം പറയുന്നത്. അതായത് എസ് ബദ്രിനാഥ് പറയുന്നത്, ഒരു നോർമൽ ക്രിക്കറ്ററും ഒരു റോയായ ഒരു ക്രിക്കറ്ററും ഒരു വേറെ ലെവൽ ക്രിക്കറ്ററും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സാധാരണ ഭയങ്കര ഹിറ്റിംഗ് ഒക്കെ ഉള്ള ഒരു ക്രിക്കറ്റർ അദ്ദേഹം എല്ലാ ബോളും അടിച്ച് പേഴ്സണൽ മൈൽ സ്റ്റോൺസ് ഒക്കെ മുൻനിർത്തി എല്ലാ ബോളും അടിച്ച് വളരെ ഷോ കാണിക്കാൻ നോക്കുമ്പോൾ സഞ്ജു ഒരു വേറെ ലെവൽ ക്രിക്കറ്ററിന്റെ ഭാവമാണ് കാണിക്കുന്നത്. ആ കളിയെ മൊത്തത്തിൽ തൻ്റെതാക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ്, ഒരു കാംനെസ്, ഒരു പേഷ്യൻസ് ഒക്കെ കൂടി സഞ്ജു ആ ഗെയിമിൽ പൂർണ്ണ ശ്രദ്ധ കൊടുത്തിട്ട് തൻ്റെ ഇന്നിങ്സ് ബിൽഡ് ചെയ്യുകയാണ് സഞ്ജു.
അനാവശ്യ ഷോട്ടുകൾക്ക് മുതിരാതെ ഒരു മാസ്റ്റർ ക്ലാസ് എങ്ങനെ ഈ സ്കോർ ചേസ് ചെയ്യണം, സ്ട്രൈക്ക് റേറ്റ് കുറയാതെ. ആലോചിച്ച് നോക്കണം, കഴിഞ്ഞ 10 കളികളിൽ നിന്നായി സഞ്ജു 402 റൺസ് 160 മേലെ സ്ട്രൈക്ക് റേറ്റിൽ നേടിക്കഴിഞ്ഞു. അതിൽ 2 സെഞ്ചുറിയും ഒരു 50യും ഉണ്ട്. സഞ്ജുവിൻ്റെ ആ ഒരു ഭാഗ്യം എന്ന് പറയാനാവില്ല. സഞ്ജുവിൻ്റെ ആ ഒരു ക്ഷമയുടെയും സഞ്ജുവിൻ്റെ മൈൻഡ് സെറ്റിൻ്റെയും എല്ലാം ഒരു അനന്തര ഫലമാണ് ഇന്ന് സഞ്ജുവിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഞ്ജു ഒരു അവതാര പിറവിയെടുത്തിരിക്കുകയാണ്, അറിഞ്ഞോ അറിയാതെയോ. സഞ്ജുവിന് ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്, തൻ്റെ കർമ്മമുണ്ട്. ആ കർമ്മം കൃത്യമായി സഞ്ജു ചെയ്യും. ഇനിയുള്ള ഇന്നിങ്സുകളിലും സഞ്ജു മികച്ച രീതിയിൽ പെർഫോം ചെയ്യും. കാലം കാത്തുവെച്ച ഒരു അവതാര പിറവിക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. സഞ്ജു ഇനി മുതൽ വെറും ഒരു കളിക്കാരനല്ല, അദ്ദേഹം ഒരു ഓറ തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന 3 പേരിൽ ഒരാൾ സഞ്ജു ആണെന്ന് പറയാം. ഇപ്പോഴുള്ള ക്രിക്കറ്റേഴ്സിൽ, ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്രിക്കറ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള 3 പേരിൽ ഒരാൾ സഞ്ജു ആയിരിക്കും, അല്ലെങ്കിൽ 4 പേരിൽ, അല്ലെങ്കിൽ 5 പേരിൽ ഒരാൾ, അതിൽ കൂടുതലില്ല. അത്രത്തോളം ആരാധന സഞ്ജുവിന് എല്ലാവർക്കും ഉണ്ട്. സഞ്ജു ഒരു മികച്ച റൺസ് അടിക്കുമ്പോൾ, സെഞ്ചുറി അടിക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ സന്തോഷമാണ്. സഞ്ജു സെഞ്ചുറി അടിച്ചില്ലെങ്കിൽ പണ്ടൊക്കെ സച്ചിനൊക്കെ സെഞ്ചുറി അടിക്കാതിരിക്കുമ്പോൾ നമുക്കുള്ളൊരു വിഷമം, മറ്റുള്ളവരോട് പോലും നമുക്ക് ദേഷ്യം തോന്നുക, അവനൊരു സിംഗിൾ ഇട്ട് കൊടുക്കാറുന്നില്ലേ എന്നൊക്കെ തോന്നുക. ഇപ്പൊ കാർത്തിക് ശർമ്മയ്ക്ക് ഒരു സിംഗിൾ ഇട്ട് കൊടുക്കാമായിരുന്നു, സഞ്ജു സെഞ്ചുറി തികച്ചേനെ. പക്ഷേ സഞ്ജുവിന് ആ ഒരു മെന്റാലിറ്റി അല്ല, കാർത്തിക് ശർമ്മ ജയിപ്പിക്കട്ടെ എന്നൊരു മെന്റാലിറ്റി ആയിരുന്നു. അതാണ് ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഒരു ലീഡറുടെ മൈൻഡ് സെറ്റ് ആണ് സഞ്ജുവിന്. അപ്പോൾ എസ് ബദ്രിനാഥ് പറഞ്ഞ പോലെ സഞ്ജു സാംസൺ പ്ലസ് റൺസ് ഇസ് ഈക്വൽ ടു വിൻ. അതിപ്പോൾ CSK ആയാലും ഇന്ത്യ ആയാലും സഞ്ജു അടിച്ചാൽ ടീം ജയിക്കും, ഇന്ത്യ ആയാലും CSK ആയാലും. നിങ്ങൾക്ക് എന്താണ് പ്രേക്ഷകരെ, സ്പോർട്സ് പിച്ച് പ്രേക്ഷകരെ തോന്നുന്നത്? ഈ ഒരു അനാലിസിസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.